ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്നു. പലയിടത്തായി ലഹരി സംഘങ്ങൾക്ക് ഇന്നും പിടിവീണു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള പരിശോധനകൾ ദ്രുതഗതിയിൽ മുന്നോട്ടു പോകുന്നുവെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇതുവരെ 104 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ പിടിയിലായത് 137 പേരും. 500 ഗ്രാം MDMA ഇതുവരെ പിടിച്ചെടുത്തു. കൊച്ചി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് വിൽപ്പനയ്ക്കായി എത്തിച്ച ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. മറ്റു സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം നീളുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. അധികം ഗാഞ്ച റിലേറ്റഡ് ട്രഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ വരുന്നത് ആന്ധ്ര ഒറീസ ബോർഡറിലാണ്. പിന്നെ MDMA വി ഹാവ് സീൻ അറ്റ്ലീസ്റ്റ് 2-3 ചാനൽസ്. ഒരെണ്ണം ബാംഗ്ലൂരിൻ്റെ അധികം വരുന്നതാണ്. രണ്ടാമത്തെ ചാനൽ നമുക്ക് പുറത്തുനിന്നുണ്ട്, മസ്കറ്റ് నుండి അവിടുത്തെ കരിപ്പൂർ എയർപോർട്ടും അതുപോലെ തന്നെ തിരുവനന്തപുരം എയർപോർട്ടിലും കൂടെ കേസുകൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ലഹരിയുമായി കരുമം കണ്ണങ്കോട് സ്വദേശി വിജയകുമാറിനെ പിടികൂടി. സിറ്റി ഡാൻസ് ഓഫ് സംഘവും നേമം പോലീസും ചേർന്നാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. പിടിയിലായ വിജയകുമാർ സ്ഥിരം ലഹരി കേസുകളിൽ പ്രതിയാണ്. ഓപ്പറേഷൻ തൂഫാനിൽ കൊച്ചിയിൽ വൻ രാസലഹരി വേട്ട നടന്നു. 1/2 കിലോയോളം MDMAയുമായി 3 യുവാക്കളെ പിടികൂടി. കാക്കനാട്ടെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു ലഹരി സംഘത്തിന്റെ പ്രവർത്തനം. വിദ്യാർത്ഥികൾക്കടക്കം ലഹരി എത്തിക്കുന്ന സംഘത്തെക്കുറിച്ച് കൃത്യമായ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചി സിറ്റിയിലെ ഡാൻസ് ഓഫ് സംഘം കാക്കനാട്ടെ ബഹുനില ഫ്ളാറ്റ് സമുച്ചയം റെയ്ഡ് ചെയ്യുന്നത്. റെയ്ഡിൽ 3 പേരെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. അവരിൽ നിന്ന് 1/2 കിലോയോളം MDMA, കൃത്യമായി പറഞ്ഞാൽ 436 ഗ്രാം രാസലഹരിയാണ് പിടികൂടിയത്. അതോടൊപ്പം തന്നെ ഈ ലഹരി കച്ചവടം നടത്തി അതിലൂടെ സമ്പാദിച്ച 1 ലക്ഷത്തോളം രൂപയും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. ഈ സംഘം ഉപയോഗിച്ചിരുന്ന ആഡംബര ഔഡി കാറും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർക്ക് എവിടെ നിന്ന് ലഹരി കിട്ടി, ആരൊക്കെയാണ് ഇവരുടെ ഇടപാടുകാർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. ഇവരുടെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ ഈ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും ഡാൻസ് ഓഫ് സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാലക്കാട് സ്വദേശി അർജുൻ, കാസർഗോഡ് സ്വദേശി രതീഷ്, കളമശ്ശേരി സ്വദേശി ആസിഫ് എന്നിവരെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിരിക്കുന്നത്. ഇവർക്ക് നഗരത്തിലെ മറ്റ് ലഹരി ഇടപാടുകാരുമായി ബന്ധമുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വലിയ റെയ്ഡാണ് കൊച്ചി നഗരത്തിൽ ആകമാനം നടത്തുന്നത്. ഇതുവരെ 90 ഇടങ്ങളിലാണ് പോലീസിന്റെ പരിശോധന നടത്തിയിട്ടുള്ളത്. ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട 36ഓളം പേരെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇനിയും ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൂടുതൽ ഇടങ്ങളിൽ പരിശോധന നടത്താനും നഗരത്തെ ലഹരി മുക്തമാക്കാനുമുള്ള നീക്കങ്ങളിലേക്ക് പോകുമെന്നാണ് കൊച്ചി സിറ്റി പോലീസ് വ്യക്തമാക്കുന്നത്. ഇടുക്കി അടിമാലിയിൽ ഓൺലൈൻ ഡെലിവറി സ്ഥാപനത്തിൽ നിന്നും കഞ്ചാവ് മിഠായികൾ കണ്ടെത്തി. എക്സൈസ് നർക്കോട്ടിക് സംഘം നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് മിഠായികൾ കണ്ടെത്തിയത്. അടിമാലിയിൽ പ്രവർത്തിക്കുന്ന കാർട്ട് ഓൺലൈൻ ഡെലിവറി സ്ഥാപനത്തിലായിരുന്നു പരിശോധന. ഡെലിവറി ചെയ്യാൻ കഴിയാതെ തിരികെ അയക്കാൻ വെച്ചിരുന്ന പാഴ്സലുകളിൽ 2 പാക്കറ്റുകളിലായി 300 ഗ്രാമോളം തൂക്കം വരുന്ന 60 മിഠായികളാണ് ഉണ്ടായിരുന്നത്. പ്രാഥമിക പരിശോധനയിൽ വിലാസവും പേരും ഫോൺ നമ്പറും വ്യാജമാണെന്ന് കണ്ടെത്തി. ഇത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ വിശദ പരിശോധനയും അന്വേഷണവും നടത്തുമെന്ന് ദേവികുളം റേഞ്ച് നർക്കോട്ടിക്സ് ഇൻസ്പെക്ടർ രാഹുൽ ശശി പറഞ്ഞു. ഈ ഫെസിലിറ്റിയുടെ മാനേജറോടും സ്റ്റാഫിനോടും സംസാരിച്ചതിൽ റിട്ടേൺ ചെയ്യാൻ വെച്ചിരുന്ന ഗുഡ്സ്, അതായത് ഡെലിവറി ചെയ്യാൻ സാധിക്കാതെ റിട്ടേണിലായി വെച്ചിരുന്ന ഗുഡ്സിൽ നിന്നാണ് നമുക്ക് ഈ 2 കണ്ടെയ്നർ കണ്ടെത്തിയിട്ടുള്ളത്. ആയതിൽ നമ്മളൊരു NDPS കേസ് എടുത്തിട്ടുള്ളതാണ്. തുടരന്വേഷണത്തിൽ മാത്രമേ ഈ ഡെലിവറി അഡ്രസ്സിനെ പറ്റിയുള്ള വിശദമായ ഒരു രൂപം നമുക്ക് കിട്ടുകയുള്ളൂ. മൂന്നാറിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. പഴയ മൂന്നാർ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ 11 ചെടികളാണ് കണ്ടെത്തിയത്. ഇതാരെങ്കിലും നട്ടുപരിപാലിച്ചതാണോ എന്ന് പരിശോധിച്ചു വരികയാണ്. എക്സൈസും ഡിവൈഎസ്പിയുടെ ഡാൻസ് ഓഫ് ടീമും സംയുക്തമായായിരുന്നു പരിശോധന. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മൂന്നാർ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലയിൽ പോലീസിന്റെയും എക്സൈസിന്റെയും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി അടൂർ പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ 932 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ഏഴംകുളം നാഷണൽ സ്കൂളിന് സമീപത്ത് പ്രദേശവാസി ഷൺമുഖൻ നടത്തുന്ന കടയിൽ നിന്നാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. ഗണേഷ്, ഹാൻസ്, കൂൾ മുതലായ നിരോധിത ഉൽപ്പന്നങ്ങൾ ഇയാൾ കുട്ടികൾക്കുൾപ്പെടെ വിൽപ്പന നടത്തി വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അടൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ കൈമാറിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അടൂർ SHO അജയന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. സ്കൂൾ കുട്ടികൾക്ക് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് ജാമ്യമില്ലാ കുറ്റമാണ്. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി.
കണ്ണൂരിൽ ഓപ്പറേഷൻ തൂഫാനിൽ ജോത്സ്യനകത്തായി. പയ്യന്നൂർ സ്വദേശി പി ശ്രീനാഥിനെയാണ് 5.7 ഗ്രാം കഞ്ചാവുമായി പിടികൂടിയത്. അലമാരിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. തൃശൂരിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥിയുടെ വീട്ടിൽ നിന്ന് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. അവണിശ്ശേരി സ്വദേശിയായ 18-കാരനാണ് വീട്ടിൽ കഞ്ചാവ് ചെടി വളർത്തിയത്. 13 ചെടികളാണ് പോലീസ് പിടിച്ചെടുത്തത്. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. കണ്ണു പരിശോധനാ കേന്ദ്രത്തിന് സമീപത്തെ ഔഷധ സസ്യത്തോട്ടത്തിലാണ് 2 മാസം പ്രായമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. എക്സൈസ് സംഘം ആശുപത്രിക്കുള്ളിൽ പരിശോധന നടത്തി. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. ആശുപത്രിയിലെ കണ്ണുപരിശോധനാ വിഭാഗത്തിലെത്തിയ യുവാവാണ് ആദ്യം ഈ കഞ്ചാവ് ചെടി കണ്ടത്. പിന്നാലെ എക്സൈസ് സംഘത്തെ വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ എക്സൈസ് സംഘം കഞ്ചാവ് ചെടി പിഴുത കസ്റ്റഡിയിലെടുത്തു. ആശുപത്രിയിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാരായി എത്തിയവരോ ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെത്തിയ തൊഴിലാളികളോ കഞ്ചാവ് ഉപയോഗിച്ച ശേഷം ഉപേക്ഷിച്ചപ്പോൾ വിത്ത് കിളയ്ക്കാനുള്ള സാധ്യത എക്സൈസ് സംഘം തള്ളിക്കളയുന്നില്ല. എന്നാൽ 2 മാസത്തോളം നീണ്ട വേനൽക്കാലത്ത് വെള്ളമൊഴിച്ചു നൽകി ആരെങ്കിലും ആശുപത്രിക്കുള്ളിൽ കഞ്ചാവ് ചെടി വളർത്തിയിട്ടുണ്ടോ എന്നും എക്സൈസ് സംഘം പരിശോധിക്കുന്നുണ്ട്. ക്രൈം ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.